ശനിയാഴ്ച നേരം വൈകി ഉറങ്ങണം, സൺഡേ ഒന്നുകൂടെ നേരം വൈകി എണീക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. രാവിലത്തെ ചോറും ഉച്ചക്കത്തെ ചായയും ഒരുമിച്ച് തിന്നണം. ഇന്ന് സൺഡേ കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് തണ്ടി തിരിയാനില്ല. വണ്ടികളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. രാവിലെ നല്ല മഴ പെയ്ത് പോയ ലക്ഷണമുണ്ട്. അപ്പോഴേക്കും വിളി വന്നു, മുതലാളി ചോറ് കൊണ്ടാ. അവനുള്ള ചോറും കൊടുത്ത് ഞാൻ നേരെ അടുക്കളയിൽ പോയി. എനിക്ക് എന്തെങ്കിലും തിന്നാണ്ടോ നോക്കി. അടുക്കള ചെന്നപ്പോൾ അമ്മ നൂലപ്പം നാളികേരപ്പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് പിടുത്തം പിടിച്ചു. നേരെ കുറച്ച് കട്ടൻ അടിച്ച് കാണിച്ചു. കട്ടൻ വെച്ച് നേരെ കട്ടനും കൊണ്ട് ഞാൻ നേരെ മുകളിൽ സിറ്റ് ഔട്ടിലേക്ക് പോയി വായ നോക്കി നിൽക്കുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ള ദിവസങ്ങൾ എനിക്ക് എന്താണോ പതി പോലെയല്ലേ വിശപ്പ് കൂടും. വീട് പണി നടക്കുമ്പോൾ കണ്ണേർ കിട്ടാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചട്ടി വെച്ച് കെട്ടണമെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും കണ്ണേർ കിട്ടി, വീട് പണി തിരുന്നില്ലല്ലോ. എന്നാൽ പിന്നെ അവർക്ക് ദൂരെ വല്ല മീൻകറി വെച്ചൂടെ. ഇവനായിരുന്നു എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേണിയിലെ ആദ്യത്തെ ട്രൈപ്പോഡ്. ഇപ്പോൾ വികലാംഗനായിരുന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല ആള്. 5 രൂപയുടെ 2 ഷാമ്പു വാങ്ങി 2 നല്ല പത്തപ്പിച്ചെടുത്ത് സുന്ദര കൊട്ടപ്പന്മാരേക്ക്. ഉച്ചരിഞ്ഞ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. കല്യാണം കൂടാൻ പോയ കുരിപ്പ് നെയ്ച്ചോറും ബാഗിലാക്കി വരുന്നുണ്ട്, അതിനെടുക്കാൻ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണ്. ഉച്ചയ്ക്ക് 4 നൂലപ്പം കഴിച്ചാൽ ബലത്തിലാണ് നിൽക്കുന്നത്. അവളും പറഞ്ഞു അവൾക്കും വിശക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ചതി ഞാൻ മനസ്സിലാക്കിയത്. ഓരോ ഹൗസ് ഷോയെ പറഞ്ഞു, വിളമ്പി തന്നെ സ്നേഹം കൊണ്ടൊന്നല്ല, ബില്ല് ഞാൻ തന്നെ കൊടുക്കണം. കഴിച്ചത് എനിക്ക് ഇഷ്ടമായത് സൂഫിയാണ് കേട്ടോ. ഇവിടത്തേക്കാളും കൊള്ളാൻ സൂഫിയിൽ. പിന്നെ അവിടുന്ന് ഇറങ്ങി നല്ല ബ്ലോക്കായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി വേണ്ടി റോഡ് ഫുള്ള് ഘോഷയാത്രയാണല്ലോ. വീടിൻ്റെ അടുത്ത പരിപാടിക്ക് പോയി ടൈം പോയത് അറിഞ്ഞില്ല, അത്ര രസമായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഡു ഫോളോ.